ക്ലിയർ ആണ്. അപ്പോൾ മാരി സെൽവൻ നമ്മുടെ സമയം തീരാറായി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാരി സെൽവൻ. സാർ ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ടാക്സി ഓടുന്ന ആളാ. ഏതാ, യൂബർ ആണോ മറ്റേ അല്ലാതെ? യൂബർ ആണ്. അതെ. നിങ്ങളൊക്കെ അപ്പോൾ സമരത്തിലേക്ക് നീങ്ങുകയാണോ മാരി സെൽവൻ 21-ാം തീയതി? അതെ സാറേ, വേറെ നിവർത്തിയില്ല. കാരണം ഞാൻ ഡെയിലി ഇപ്പൊ ഒരു ദിവസം ഞാൻ ഓടുന്നത് ആകെ 1200 രൂപയ്ക്കാണ്. ഒരു ദിവസം ആകെ കിട്ടുന്ന 1200 രൂപയാണ്. 1200 രൂപയ്ക്കാണ്. ഈ 1200-ല് 800 രൂപ CNG ഫുൾ ടാങ്ക് ആവും. ബാക്കി 200 രൂപ അവർക്ക് റെന്റ് കൊടുക്കണം. 180 രൂപ അവർക്ക് റെന്റ് കൊടുക്കണം. അതല്ലാതെ അവർക്ക് 10% കമ്മീഷൻ കൊടുക്കണം. ഇതൊക്കെ പോകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു 100 രൂപ കാണും. ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. രാവിലെ തൊട്ട് വെറുതെ പണിയെടുത്തത് മിച്ചം അല്ലേ? ഞങ്ങൾ ജോലി ചെയ്ത് CNG അടയ്ക്കാനും അവർക്ക് കമ്മീഷൻ കൊടുക്കാനും മാത്രമാണ് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മാസം കൊണ്ട് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്ന നിലയിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് വർദ്ധിപ്പിക്കുകയാണോ വേണ്ടത്, അതോ അവരുടെ കമ്മീഷൻ കുറയ്ക്കണോ? ഇവർ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഓട്ടോ ചാർജിനേക്കാൾ ഈ ടാക്സി ചാർജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊണ്ടുവരും. നോൺ AC എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നു. ഈ ഓപ്ഷനിൽ കൊണ്ടുവന്നിട്ട് ഓട്ടോയിൽ നിന്ന് 100 രൂപ 50 രൂപ അല്ലെങ്കിൽ 200 രൂപ കുറച്ചാണ് താത്തിയാണ് അവർ ചെയ്യുന്നത്, റേറ്റ് അടിക്കുന്നത്. അതിൽ അപ്പൊ ഇവർ ഈ ഓടുന്ന ടാക്സിക്കാർ വേറെ ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ ഈ ചെറിയ റേറ്റിലുള്ള ഓട്ടങ്ങളൊക്കെ എടുത്ത് അങ്ങ് പോവുകയാണ്. ഞാൻ ഓടുന്ന വണ്ടി വലിയ വണ്ടിയാണ്, പക്ഷെ എനിക്കത് മുതലാവത്തില്ല. അപ്പൊ മാരി സെൽവൻ ഏത് കാറാണ് ഉപയോഗിക്കുന്നത്? ഞാൻ എർട്ടിഗയാണ്. എർട്ടിഗ. അതെ. അപ്പൊ ഈ എർട്ടിഗ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിച്ചിട്ട് ആകെ കിട്ടുന്നത് 100 രൂപയാണ് ഈ ഓൺലൈൻ. ആകെ കിട്ടുന്നത് 100 രൂപ 200 രൂപ ഇത്ര പൈസ ഈ 2 മാസം കൊണ്ട് തന്നെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ കൂട്ടത്തോടു കൂടി മറ്റൊരു വഴിയില്ല എന്നുള്ള രീതിയിൽ ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് ഡ്രൈവർമാർ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവരെ ഒന്നും നമുക്ക്, കാരണം അവരെ പോലെ തന്നെയാണ് നമ്മൾ കടം വാങ്ങിച്ച് EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് കൂട്ടിയാൽ പ്രശ്നം തീരുമോ അതോ? അതെ സാർ, നമുക്ക് ഇവിടെ നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുള്ള റേറ്റ് കിട്ടണം. നമ്മുടെ സവാരി ആപ്പിൽ കുറെ കസ്റ്റമർ ബുക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടിയെന്ന്. കേരള സവാരി ആപ്പിൽ കുറെ പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം തീരാനുള്ളതേ ഉള്ളൂ. പക്ഷെ ആളുകൾ കേരള സവാരി അല്ലെന്ന് തോന്നുന്നു, കൂടുതൽ യൂബർ ആണ് ഉപയോഗിക്കുന്നത്. അതെ സാർ, അത് നമുക്ക് റേറ്റ് എവിടെ കുറച്ച് കിട്ടുന്നുണ്ടോ അതിലാണ് ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ട്. അതെ, നമുക്ക് കറക്റ്റ് ഉള്ള ചാർജ് നമുക്ക് കേരള സവാരിയിലാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങളപ്പോ പക്ഷെ കൂട്ടത്തോടു കൂടി അപ്പൊ കേരള സവാരിയിലേക്ക് മാറിയാൽ ഈ പ്രശ്നം തീരുവോ? ഞങ്ങൾ മാറിയാലും കസ്റ്റമർ മാറണം സാർ, അതാണ് വിഷയം. അപ്പൊ ആളുകൾ പക്ഷെ യൂബറിലാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? യൂബറിലാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് സർക്കാരിന്റെ ഈ സംരംഭം കേരള സവാരി കുറെ കൂടെ പോപ്പുലർ ആയാൽ നിങ്ങൾ കുറെയൊക്കെ രക്ഷപ്പെടും. പിന്നെ ഒരു നിരീക്ഷണ സംവിധാനം വേണം. ഇത് എങ്ങനെയാണ് ഇത് ഇപ്പൊ യൂബറിൽ മാക്സിമം എല്ലാ ഡ്രൈവേഴ്സ്മാരും അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അവരുടെ മേലിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് അവർ അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് മിക്ക ഡ്രൈവേഴ്സ്മാരും എല്ലാ ഡ്രൈവറും നല്ല ഡ്രൈവറാണ്. നമ്മുടെ സിറ്റിയിലുള്ള ഡ്രൈവർ, കേരളത്തിൽ ഓടുന്ന എല്ലാ ഡ്രൈവർമാരും നല്ല ഡ്രൈവർമാരാണ് ഈ യൂബറിൽ ഓടുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രീ മാരി സെൽവൻ നമ്മുടെ ഒരു യൂബർ ഡ്രൈവറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. യാസർ എറണാകുളത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നത്. യാസർ, നമ്മുടെ സമയം കഴിയാറായെങ്കിൽ യാസർ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വിളിച്ച് നിങ്ങളെ കിട്ടാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോ നമ്മുടെ സമരസമിതിന്റെ ഒരു അംഗം കൂടിയാണ്. ശരി. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഫെയർ എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ടും മാറ്റം വരണം എന്നുള്ളതാണ്. മിനിമം ഫെയർ കുറച്ചും കൂടി ഉയർത്തണം അല്ലേ? അതെ. നമുക്കിപ്പോ മിനിമം ഫെയർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 100 മുതൽ 140 രൂപ വരെയാണ്. അപ്പൊ നമ്മൾ ഈ AC ഒക്കെ ഇട്ട് ഒരു കസ്റ്റമറിന്റെ നല്ല ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ഒരു വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ കുറിച്ച് നമ്മുടെ ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യം തന്നെ സ്വാതന്ത്ര്യ നേടിയ സമരത്തിലൂടെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഈ മിനിമം ഫെയർ വർദ്ധിപ്പിച്ചാൽ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. തീർച്ചയായിട്ടും. അപ്പം ഈ ഓൺലൈൻ കമ്പനികൾ അമിത ചൂഷണം നടത്തുന്നു എന്ന് ഉണ്ടോ? അങ്ങനെയുണ്ടോ? ഏതാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, യൂബർ, റാപ്പിഡോ, അവര് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ ഈടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 30 മുതൽ 40% വരെ കമ്മീഷനാണ് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 250 രൂപയുടെ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 80 രൂപ വരെ അവർക്ക് കമ്മീഷൻ, 80 മുതൽ 100 വരെ ആണ് അവർ കമ്മീഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് EMI-യും ലോണൊക്കെ എടുത്ത് ഓടണ ഒരു വണ്ടിക്ക് എന്താണ് ഇതിൽ വരുമാനം ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
ഓക്കെ. അപ്പോൾ സമയം കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് യാസറുമായി കുറേ നേരം കൂടി സംസാരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇത് നിങ്ങളൊക്കെ ഇതിൻ്റെ യഥാർത്ഥ മേഖലയിൽ നിന്ന് ആ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് അതിൻ്റെ പ്രതിസന്ധികൾ മനസ്സിലാക്കുന്ന ആളുകളാണ്. പക്ഷേ സമയം അതിക്രമിച്ചുകൊണ്ടാണ് ഏതായാലും എനിക്ക് കുറേ നേരം വിളിച്ചിട്ടാണ് കിട്ടിയതെന്ന് എനിക്കറിയാം. ഏതായാലും വളരെ നന്ദി. അപ്പോൾ ഞാൻ ഈ വിഷയം ജനങ്ങളോട് യൂട്യൂബിൽ ചോദിച്ചു, ഇവർ സമരം ചെയ്താൽ ആളുകൾ പ്രതിസന്ധിയിലാകുമോ എന്ന് ചോദിച്ചാൽ പലരും ഇവർ യൂബറിനെയും റാപ്പിഡോയൊക്കെ ആശ്രയിക്കുന്നവരാണ്. 57% ആളുകൾ അവർ സമരം ചെയ്താൽ അവർക്ക് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാകും എന്ന് പറയുന്നു. അപ്പോൾ സർക്കാരും എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം എന്നതിൻ്റെ ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഡിജിറ്റൽ സാങ്കേതികവിദ്യ മനുഷ്യരുടെ ജീവിതം എളുപ്പമാക്കും, പക്ഷേ അതിൻ്റെ നേട്ടം ഒരു വിഭാഗത്തിനും ചൂഷണം മറ്റൊരു വിഭാഗത്തിനും ആകുക എന്നത് ശരിയായ ഒരു രീതിയല്ല. സുരക്ഷിതമായ ഒരു യാത്ര എല്ലാവരുടെയും അവകാശമാണ്. ന്യായമായ നിരക്കിൽ അത് ലഭിക്കണം. വാഹന ഉടമയ്ക്കും ഡ്രൈവർക്കും ഒക്കെ അധ്വാനത്തിൻ്റെ അർഹിക്കുന്ന പ്രതിഫലം ഉറപ്പാക്കുകയും വേണം. പ്ലാറ്റ്ഫോം ഒരുക്കുന്ന കമ്പനികൾക്ക് ന്യായമായ ഒരു ലാഭം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ തുടരൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുള്ള ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായാൽ ഈ സംവിധാനം വിജയകരമായി മുന്നോട്ട് പോകും. അപ്പോൾ ആരും ചൂഷണം ചെയ്യപ്പെടാത്ത ഒരു സംവിധാനം ദീർഘകാലം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഡ്രൈവർക്കും അതുപോലെ ഇതിൻ്റെ കമ്പനിക്കും ഒപ്പം ഇതിൻ്റെ വാഹന ഉടമയ്ക്കും ഒക്കെ ന്യായമായ ഒരു ലാഭം ഉണ്ടാകണം. അത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കും. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.